മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര യാത്ര വന്നതിന് ശേഷം എൻ്റെ കൂടെ വന്ന ഗസ്റ്റിനോട് എങ്ങനെയുണ്ടായിരുന്നു യാത്ര എന്ന് ചോദിച്ചു. നമ്മളെ ഇന്നത്തെ ടൂർ എങ്ങനെ ഉണ്ടായിരുന്നു? ടൂറ് വളരെ മനോഹരമായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സംഘമാണ്, ലക്ഷ്യ ശാസ്ത്ര സംഘം എന്ന് പറഞ്ഞ സംഘമാണ്. എന്ന് വെച്ചാൽ പള്ളിക്കുന്ന്, ചുണ്ടക്കര, 3 പഞ്ചായത്ത് കൂടിയുള്ള ആൾക്കാർ കൂടിയാണ്. പക്ഷെ വ്യത്യസ്തമായ ക്യാരക്ടറുള്ള ആൾക്കാരാണ് ഇത്. എന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആൾക്കാരും കോടികൾ കൊണ്ടുള്ള കോൺട്രാക്ടർമാരും മിഡിൽ ആൾക്കാരും എല്ലാം ഉള്ള ആൾക്കാരാണ്. പക്ഷെ ഞങ്ങൾ വണ്ടിയിൽ കയറി കഴിഞ്ഞപ്പോഴാണ് മൂന്നാർ പോകണോ ഗോവയ്ക്ക് പോകണോ എങ്ങോട്ടുള്ള ചിന്തയ്ക്ക് വണ്ടി കയറി കഴിഞ്ഞു. എല്ലാവരും വ്യത്യസ്തമായി. അത് കഴിഞ്ഞപ്പോൾ വണ്ടി കയറി കഴിഞ്ഞപ്പോൾ വണ്ടി നല്ല വണ്ടിയായിരുന്നു. കയറി പാടെ എന്നാൽ ഗോവയ്ക്ക് വിടാൻ പറഞ്ഞു. ഞാൻ എന്നെ സംബന്ധിച്ചാൽ ഒരു 15 വർഷം ഗോവ കണ്ടതാണ്. പക്ഷെ വണ്ടി കിട്ടി കഴിഞ്ഞപ്പം ഡ്രൈവർ നമ്മളോട് നല്ല രീതിയിലുള്ള പെരുമാറ്റവും കാര്യം കഴിഞ്ഞപ്പം നമുക്ക് ഞാൻ ഡ്രൈവർ തന്നെയാണല്ലോ. ഞാൻ ഡ്രൈവർ ചോദിച്ചു എന്തെങ്കിലും ബുദ്ധിമുട്ട് പറയുന്നത് ഇല്ല, എനിക്കൊരു കുഴപ്പമില്ല. അങ്ങനെ ഇന്നലെ വയനാട്ടിൽ നിന്ന് പുറപ്പെട്ടു ഗോവയിലെത്തി. അത് കഴിഞ്ഞ് ഇപ്പോൾ മഹാരാഷ്ട്രയിലാണ് നമ്മളുള്ളത്. മഹാരാഷ്ട്രയിൽ എപ്പോഴാണെന്ന് വെച്ചാൽ ഗോവ എത്തിക്കഴിഞ്ഞപ്പം നമ്മുടെ കൂടെ വന്ന ഒരാളുടെ അളിയൻ മഹാരാഷ്ട്രയിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു നല്ല ആട്ടിറച്ചിയും ചോറും വെച്ച് തരാം, ഇങ്ങോട്ട് വരാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ മഹാരാഷ്ട്രയ്ക്ക് വന്നു. മഹാരാഷ്ട്രയിലാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ ഒരു വണ്ടിയും ഡ്രൈവറും എന്നിട്ട് നമ്മുടെ സുഹൃത്തുക്കളും എൻ്റെ കൂട്ടുകാരൻ്റെ അളിയനും എല്ലാം കൂടി ഒരു വൈബാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. പക്ഷെ ആ വണ്ടിയിൽ കയറി കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ എല്ലാം മറക്കുകയാണ്. റൂം എന്ന് പറഞ്ഞാൽ എൻ്റെ സുഹൃത്ത് രാജേഷാണ് മൊത്തം റെഡിയാക്കി തന്നെ. അപ്പം എനിക്ക് ക്ലാസ്സിനോ വൈകുന്നേരം. പക്ഷെ അതൊന്നും പോകാൻ പറ്റില്ല, കാരണം ഇന്ന് മഹാരാഷ്ട്ര എത്തിപ്പോയതൊന്നും പറ്റില്ല. പക്ഷെ എന്തായാലും എല്ലാം കൊണ്ടും എല്ലാവരും നല്ല സന്തോഷമാണ്. ഈ ചൂടൊന്നും ആർക്കും പ്രശ്നമില്ല. വേണമെങ്കിൽ അങ്ങോട്ട് നോക്കി ഉച്ചക്കത്തുള്ള ചോറാണ് വെക്കുന്നത്. ഒരു ആഗ്രഹം വന്നിട്ട് വെറുതെ ഉണ്ടാക്കുന്നത് പാചകം ചെയ്യുന്നതാണ്. ഇത് ബിനോയി, മഹാരാഷ്ട്രയിലെ ഇവിടെ വന്നു കഴിഞ്ഞപ്പം നമ്മുടെ സുഹൃത്ത് ആടിന്റെ ഇറച്ചി മേടിച്ചു വെച്ചേക്ക് ഇവിടെ. അങ്ങനെ ആട്ടിറച്ചി വെക്കാൻ സജീവ മാഷയും ഷാജി തക്കേലും ഞങ്ങളുടെ സംഘത്തിന്റെ ഏറ്റവും വലിയ, എവിടെ പോയാലും ഇവരാണ് ഫുഡിന്റെ ആൾക്കാർ. അവിടെ ഏറ്റെടുത്ത് അങ്ങനെ അവർ ഫുഡ് വെക്കുന്നു. അങ്ങനെ ഇതുണ്ടാവും. ഞങ്ങൾക്ക് ഉള്ള മസാലകളൊക്കെ ഞങ്ങൾ മേടിച്ചു വന്നു ചെയ്തു. ഇത് പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ, ഇത് ജോഷി. അപ്പം കുക്കാണ്, പക്ഷെ ഞങ്ങൾ അടുപ്പിക്കില്ല. അപ്പൊ ഭയങ്കര ചെലവ് കൂടാ കുക്ക് ചെയ്യാൻ. അപ്പൊ ചെലവ് കുക്കാണ് വരുന്നത്. ഇവന്റെ ഭക്ഷണം ഏറ്റവും ടോപ്പ്. ഇത് രാജേഷ്, അത് നമ്മുടെ സുഹൃത്തിന്റെ അടിയാൻ. ഇത് സാധു.